സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ വ്ളോഗ് എടുക്കുന്നത് നമ്മളൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. അപ്പോൾ സ്ഥലം ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് കാണിച്ചു തരുമൊക്കെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് പറയുള്ളത് കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം ചോദിച്ചാൽ, ചെക്കന്മാരുടെ കൂടെയുള്ള വ്ളോഗ് എന്താ വരാത്തത്, കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ ഇത് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ എന്താ ചിലപ്പോൾ നമ്മളെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ആ ഒരു 2-3 ദിവസം ഞാൻ അതിൻ്റെ കുറച്ച് തിരക്കില്ലേനി. അതിന് ശേഷം ഇപ്പം ഇന്നലെ ഇപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ, ഹനാനും ഒരു 4-5 ആൾ പിന്നെ കസാഖിസ്ഥാൻ പോയിക്കണ്. അപ്പോൾ അസറൊക്കെ ആണെങ്കിൽ ഓലെ എയർപോർട്ടിൽ ആക്കാൻ വേണ്ടി പോയിട്ട് പിന്നെ ഓല് കോഴിക്കോട് നിന്നിക്കാണ്, പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുമില്ല. അപ്പം ഇനി എല്ലാവരും വരും, എല്ലാവരും ബാക്ക് ടു നമ്മളെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഓണാവും. അപ്പോൾ നമ്മൾ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും കേട്ടോ. പിന്നെന്താ വെച്ചാൽ കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞ് കപ്പിൾ വ്ളോഗ് വേണം, കപ്പിൾ വ്ളോഗ് എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഇല്ലവർ പറയട്ടോ. അതായത് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കപ്പിൾ വ്ളോഗ് ലെവലിൽ നിന്ന് ഇങ്ങനെ പോകാൻ എനിക്കും താല്പര്യമില്ല, ആർക്കും താല്പര്യമില്ല, ഓക്കും താല്പര്യമില്ല, ആർക്കും താല്പര്യമില്ല. എന്ന് വെച്ചാൽ നോർമലി നമുക്കറിയാലോ, നമ്മളെ ഫ്രണ്ട് സർക്കിളിലെ കാര്യങ്ങൾ, ചെക്കന്മാരെ ഇതിലുള്ള കാര്യങ്ങൾ, അതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഇതിൽ തരിക. അങ്ങനെ തന്നെ ഇനിയും തരുള്ളൂ. ഞാൻ ഇടാൻ ആഗ്രഹിക്കണോ തന്നെയാണ്, നമുക്ക് ഇഷ്ടം തന്നെയാണ്, എല്ലാം അതാണ്. അല്ലാത്ത നമ്മളെ വീട്ടുകാർ, ഇപ്പോൾ നമ്മളെ ഉമ്മ കാര്യങ്ങളൊക്കെ അതൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല ഇതിലൊക്കെ അവിടെ ഇവിടെയൊക്കെ എല്ലാ വീഡിയോയിലും പോലെ ഉൾപ്പെടുത്തിയാണ് കാര്യങ്ങൾ. അതായത് അങ്ങനെ ഒരു ഫാമിലി വ്ളോഗായിട്ട് കാര്യങ്ങൾ ഇത് കൊണ്ടുപോകാൻ ഞാൻ സത്യം പറഞ്ഞാൽ ആഗ്രഹിക്കണില്ല, എനിക്കത് ഇഷ്ടമല്ല. അതായത് നമുക്ക് നമ്മളെ ഒരു ചെക്കന്മാരുടെ കൂടെ സ്പെൻഡ് ചെയ്യണ ആ ഒരു ടൈം, ആ ഒരു സംഭവങ്ങൾ, ആ ടൈമിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ നിങ്ങളൊക്കെ കാണിച്ചു തരാൻ നമുക്ക് കൂടുതൽ ആഗ്രഹവും താല്പര്യമൊക്കെ. അല്ലാത്തൊക്കെ ഇപ്പം നമ്മൾ അത്യാവശ്യമില്ല സമയങ്ങൾ, ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ നമ്മളെന്തെങ്കിലും ഇപ്പം നാളെ ഉമ്മാക്ക് എല്ലാ ടീം ഗിഫ്റ്റൊക്കെ തന്നല്ലോ, അപ്പം ഉമ്മാക്ക് കൊടുക്കണം കാര്യങ്ങളൊക്കെ അതിലും ഉമ്മാനെ കാണിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ഉമ്മാനെ കാണിച്ച്. അല്ലാതെ ഇപ്പോൾ ഇവരെ കൂട്ടിയാണ്ട് മാത്രമേ വ്ളോഗ് എടുക്കുള്ളൂ എന്നില്ല, അങ്ങനെ ഒരു സാധനത്തിനോട് സത്യം പറഞ്ഞാൽ താല്പര്യമില്ല. അതുകൊണ്ടാണോ നമ്മളതിനൊരു ഇതുമില്ല. നമുക്ക് ചെക്കന്മാരുടെ കൂടെ തന്നെ നമുക്ക് ഇഷ്ടം. ഇപ്പോൾ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് ദിവസമായിട്ട് നിക്കാഹിൻ്റെയും കാര്യങ്ങളൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഇതാക്കിയത്. കാരണം ഇപ്പോൾ നടക്കുന്ന നിക്കാഹാണ്, അപ്പോൾ അതിൻ്റെതായുള്ള കാര്യങ്ങൾ നമ്മൾ വിട്ടു. അങ്ങനെ ഓരോ പരിപാടി വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതാക്കി. ഇനി നമ്മളിതെല്ലാം നമ്മളെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു, നമ്മൾ ബാക്ക് ടു നോർമൽ, നമ്മളെ ചെക്കന്മാരൊക്കെ ഇതാവുമ്പോൾ നമ്മൾ വീണ്ടും അതിലേക്ക് പോകും. പിന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ ട്രിപ്പൊന്നും പോയില്ലേ, എയിലും പോയില്ലേ, നിൽക്കാൻ വേണ്ടിയില്ല. അപ്പോൾ കുറേ അത് വരുന്ന ചോദ്യങ്ങൾ ഇങ്ങനെ കിട്ടണമൊക്കെ ഇങ്ങനെ ഓർമ്മ എടുത്തുകൊണ്ട് പറയാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താ വെച്ചാൽ, ഞാൻ സത്യം പറഞ്ഞപ്പോൾ ഈ നിൽക്കാൻ കഴിഞ്ഞ ഉടനെ തന്നെ അത് നമുക്ക് ഓരോരുത്തർക്കും ഒരു ആഗ്രഹം ഉണ്ടാവില്ല. ഞാൻ മനസ്സിലിങ്ങനെ ഒരു ആഗ്രഹിച്ചതാണ്, ഒരു ഓളയും കൂട്ടി ഒരു ഉംറക്ക് പോകണം എന്നൊക്കെ. അതായത് ഫസ്റ്റ് നമ്മളെന്തായാലും അതിലൊക്കെ പോവും, എന്തായാലും ഓരോ സ്ഥലത്ത് കൂടെ നമ്മളൊക്കെ എങ്ങനെ പോകും എന്തായാലും. അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെയൊക്കെ മുമ്പായിട്ട് ജസ്റ്റ് ആദ്യം ഒരു ഉംറക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ. അപ്പോൾ അങ്ങനെ പോകണം എന്നൊക്കെ ഇങ്ങനെ പ്ലാനിങ്ങിൽ വെച്ചുകൊണ്ടിരുന്ന സമയത്താണ് എന്ത് സംഭവിക്കണത്, ഡിസംബർ ലാസ്റ്റ്, അതായത് നമ്മളെ പരിപാടിൻ്റെ ഒരാഴ്ച മുമ്പേറ്റേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യണം, ഒരു അധ്യാപകനാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ഫസ്റ്റ് പ്രയോറിറ്റി അതാണ്. അപ്പോൾ എന്താ വെച്ചാൽ ആ സമയത്താണ് നമ്മളെ ഏകദേശം ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് കൊടുത്തുനിന്നാണ് ഇത് ഫുള്ള് ക്യാൻസൽ ചെയ്ത് കേട്ടോ. ആ സമയത്താണ് ഞാൻ ജനുവരി പകുതിയൊക്കെ ആകുമ്പോൾ പോകണം വിചാരിച്ചാണ്. നമ്മളെ കുട്ടികൾക്ക് സ്കൂളിൽ ഒരു പരീക്ഷ വരുന്നുണ്ട്, അതായത് ഫെബ്രുവരി അവസാനം ഒരു പരീക്ഷ വരുന്നുണ്ട്. അപ്പോൾ ആ പരീക്ഷയ്ക്ക് 3 സബ്ജക്റ്റും പഠിപ്പിക്കണേ ഞാൻ തന്നെയാണ്. അപ്പോൾ ഈ സമയത്ത് ഞാനൊരു 15 ദിവസം ഇവിടുന്ന് മാറിക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര, അതായത് ആ കുട്ടികൾക്ക് ഇന്നെ കിട്ടേണ്ട ഒരു അത്യാവശ്യം ഒരു സമയമാണിത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഇതാണ്. അപ്പോൾ ഞാൻ ഓളും പറഞ്ഞു വേണ്ട, കുട്ടികളെ പരീക്ഷ കഴിഞ്ഞാൽ നമുക്ക് ആക്കും പോലെ പോയാൽ മതി ഓളും എന്നോട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിൽ എന്ത് ചെയ്താൽ ഞാൻ ആ ടിക്കറ്റൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് പിന്നെ നമ്മളോട് പറഞ്ഞതിൻ്റെ ടീമിനോട് പറഞ്ഞു ഞാൻ അപ്പോൾ പോകണില്ല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോൾ അതങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഈ കുട്ടികളുടെ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, എങ്ങോട്ടേലൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നത്. ഒരു ഉംറ ചെയ്യണമെന്നുണ്ട് ഇൻഷാ അല്ലാ, നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. ഇനിയിപ്പോൾ മാർച്ച് ഞാൻ സ്കൂള് സമ്മർ വെക്കേഷൻ കാര്യങ്ങളൊക്കെ ആരംഭിക്കണമല്ലോ, അപ്പോൾ അതിന് ശേഷം അങ്ങനെയൊക്കെ നോക്കണമെന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഇത് സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സൈഡാണ്. അതായത് നമ്മളൊരു എന്താ പറയുക, നമ്മൾ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻ്റ് ആയി മാത്രം കാണണം, നമ്മളെ പാർട്ട് ടൈമാണ് ഈ സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് യൂട്യൂബ്. അതായത് അപ്പോൾ ചിലവരറിയാം ഡെയിലി വ്ളോഗ് വേണം അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ പോരാ. അതായത് നമ്മൾ ഫുള്ള് ഇതിന്മേ ഫുൾ ടൈം കൊടുക്കുന്ന ഒരാളല്ല കേട്ടോ ഞാൻ. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമുക്ക് അറിയണവർക്ക് അറിയാം കാരണം, പക്ഷേ അറിയാത്ത പുതിയ കുറേ ആൾക്കാർ ചിലപ്പോൾ ഇതിൽ വന്നവർക്ക് ചിലപ്പോൾ ഇതൊന്നും അറിയലുണ്ടാവില്ല, അതുകൊണ്ട് പറയാം കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ഫസ്റ്റ് പ്രയോറിറ്റി തന്നെ നമ്മളാ ഒരു ജോലിയാണ്. അതായത് നമ്മൾ രാവിലെ 10 മണിക്ക്, അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ, ഇപ്പം എനിക്ക് ചെക്കന്മാരെ പോകാൻ പറ്റാത്തതിൻ്റെ ഏറ്റവും വലിയൊരു റീസൺ അതാണ്. അതായത് നമ്മൾ ചെയ്യുന്ന ജോലി തിങ്കൾ മുതൽ വെള്ളി വരെ നമുക്ക് സ്കൂളുണ്ട്, അതിൽ കിട്ടുന്ന സാറ്റർഡേ സൺഡേ ഓല് ഇവിടെ നാട്ടിലുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഓല കൂടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ഈവനിങ്ങിൽ ഓല് ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ഹനാൻ്റെ കൂടെ പോകാനും കാര്യങ്ങൾക്കൊക്കെ പറ്റലുണ്ട്. ബാക്കി നമ്മൾ സ്കൂൾ ടൈമാണ് അത് നമ്മൾ ആ ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് സ്കൂളിൽ നിൽക്കേണ്ട സമയമാണ്. ആ സമയത്ത് ഇപ്പോൾ നമ്മളത് ഒഴിവാക്കിയിട്ട് നമ്മളെ ജോലിയാണല്ലോ ഇത്. ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണെങ്കിലും അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി ജോലി. ഇപ്പോൾ ഹനാന് പാട്ട്
ഞാൻ ഓനോട് പറയലും ഓനും അങ്ങനെ ഒരു ഇതുണ്ട് കേട്ടോ. ഞാൻ ഓനോട് എപ്പോഴും പറയലുണ്ട് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാം എടുക്കുക. ആ സമയത്ത് ചിലപ്പോൾ ഇപ്പം ഞങ്ങൾ തന്നെ ചില സമയത്ത് ഇവിടെ കൂടുന്ന സമയത്തൊക്കെ ഹനാൻ ചിലപ്പോൾ കൂടാൻ പറ്റില്ല. കാരണം അന്നും എനിക്ക് പ്രോഗ്രാം ഉണ്ടാവും ദൂരെ എവിടെയെങ്കിലൊക്കെ കയറാം. അപ്പോൾ ഓൻ പ്രോഗ്രാമിന് പോകും. ഫസ്റ്റ് പ്രയോറിറ്റി പ്രോഗ്രാമാണ് അല്ലേ. പിന്നെ ഓ വന്നിട്ട് നമ്മളെ കൂടെ സമയം ഉണ്ടാകുന്ന സമയത്താണ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടലും കാര്യങ്ങളൊക്കെ ചെയ്യല്. അതേമാതിരി അസറു ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം ജോർജിയയിൽ പിന്നെ MBBSന്റെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. നമ്മൾ ബെയ്റൂട്ടാണ് നമുക്ക് കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ ജോർജിയയിൽ കുട്ടികളെ ഇൻടേക്കിന്റെ സമയത്ത് അസറു ഇവിടെ നാട്ടിൽ നിന്ന് എങ്ങനെ ഉണ്ടാവും, ഓൻ്റെ ആ ഒരു ബിസിനസ് പരിപാടി നടക്കൂലല്ലോ. അപ്പോൾ ഇപ്പോൾ ഓനെ അവിടെ വലിയ തിരക്കും വരവില്ലാത്തതുകൊണ്ട് ഓങ്ങോട്ട് നാട്ടിലേക്ക് വന്നു. പിന്നെ എൻ്റെ പരിപാടിക്ക് വേണ്ടി വന്നാട്ടോ ഓന് അങ്ങനെ വന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ വീണ്ടും അടഞ്ഞ് തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേനും റിട്ടേൺ പോകും. ആ സമയത്ത് ഓന് അസറിനൊക്കെ ശരിക്കും ആലോചിക്കും, ഓൻ ജോർജിയയിൽ പോയിക്കാണ്, അർഷുവാണെങ്കിൽ കാനഡയിൽ നിൽക്കുകയാണ്. അതായത് ഓർക്കിപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കൂടണം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഓൽക്കും ഇതേമാതിരി ഞങ്ങളൊപ്പം കൂടാനും പരിപാടിയിൽ പങ്കെടുക്കാനും നമുക്കും എപ്പോഴുള്ള സങ്കടം അത് ഓലില്ല. ഞങ്ങൾ പറയും ചെയ്യും ഒരുപടി വേണ്ടിയിട്ട് ഒരുപടി വേണം. ഇത് പറയാന്നല്ലാതെ നമ്മൾ റിയൽ ലൈഫിൽ വരുമ്പം ഒക്കെ ഓരോരുത്തർ ജീവിതത്തിൻ്റെ നട്ടോട്ടത്തിലാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഒരിക്കലിപ്പോൾ അസറുവിനായാലും അർഷുവിനായാലൊക്കെ അവിടെ നിൽക്കുമ്പോൾ നമ്മളിവിടെ കൂടണവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഓൽക്കും പൂതി ഉണ്ടാവില്ലേ. പക്ഷേ നേരെ മറിച്ച് ഓല അതൊക്കെ ഇട്ടെറിഞ്ഞാണ്ട് ഓരോ ബിസിനസ്സും അല്ലെങ്കിൽ ഓരോ മുന്നോട്ടുള്ള വരുമാന മാർഗ്ഗമൊക്കെ ഇട്ടെറിഞ്ഞാണ്ട് ഇവിടെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതാണ് അതിൽ സംഭവിക്കുന്നത്. അപ്പോൾ എനിക്കെന്താ വെച്ചാൽ ഈ ഒരു സാറ്റർഡേ സൺഡേ കിട്ടുന്ന സമയങ്ങളിൽ എടുക്കുന്ന വീഡിയോസ് അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം എടുക്കുന്ന വീഡിയോസ് മാത്രമൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണത് ഇതിൽ കൂടെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ലീവ് വരുന്ന ദിവസങ്ങളിൽ എടുക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾ ഇതിൽ കാണുന്നത്. ഫുൾ ടൈം ഒരു ഇതിമതാക്കാൻ എനിക്ക് കഴിയില്ല, അതിനുള്ള സാഹചര്യം നമുക്കില്ല. അപ്പോൾ ഇപ്പം ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി എടുക്കുക. അപ്പോൾ ആ കുട്ടിയൊക്കെ എക്സാം വരുന്നതുകൊണ്ടാണ് നമ്മൾ ഈ പോക്ക് ഒഴിവാക്കിയിട്ടത്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് സമയമുണ്ടല്ലോ, ഇഷ്ടംപോലെ സമയമുണ്ട്. പിന്നെ നമുക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ മുന്നിൽ വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പോകും. അപ്പോൾ അങ്ങനെയാണ് ആ പോക്കിൻ്റെ കാര്യം തീരുമാനിച്ചില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ പിന്നെ എൻ്റെ സ്കൂളിൽ ഇന്നെ ഞാൻ പഠിപ്പിക്കണം എൻ്റെ കുട്ടികൾ, അതായത് അവർക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ സ്കൂളിൽ നമ്മൾ നിൽക്കുന്ന സമയം പറഞ്ഞാൽ നമുക്കൊരു ടെൻഷനും ഉണ്ടാവില്ല കേട്ടോ. കാരണം നമ്മൾ ആ കുട്ടികളെ കൂടെ നമ്മളിങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ അതായത് നമ്മൾ ക്യാരക്ടർക്ക് മാറും. ഇപ്പോൾ ഒന്നുമില്ല, അപ്പോൾ നമ്മൾ ഈ സംസാരം വരെ നമ്മൾ സ്കൂളിലെത്തുമ്പോൾ നമുക്ക് മാറും. നമ്മളെ സംസാര ഭാഷയും ബുക്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന അച്ചടി ഭാഷയൊക്കെ രണ്ടും രണ്ടാട്ടോ. ഇപ്പം ഞാൻ നിങ്ങളോട് ഇതിൽ സംസാരിക്കണത് നമ്മുടെ സാധാ നാടൻ അല്ലേ, നമ്മൾ എല്ലാവരും വീട്ടിലൊക്കെ സംസാരിക്കണം ആ ഒരു സംസാരം. ഇതല്ല നമ്മൾ സ്കൂളിൽ സംസാരിക്കുക. കാരണം അവിടെ നമ്മൾ എന്നാലും അതിൽ സ്കൂളിൽ പഠിപ്പിക്കാനൊരു അച്ചടി ഭാഷ ഉണ്ട്, കാര്യങ്ങളുണ്ട്, ബുക്കിലുള്ളൊരു ഭാഷ ഉണ്ട്, അതും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക. സ്കൂളിൽ നമുക്ക് അതിൻ്റെതായ ഒരു ഭാഷ ഉണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ കേട്ടോ. അതായത് അപ്പം ഞാൻ പറഞ്ഞു തന്നതാണ്, അതായത് ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ്, നമ്മൾ കാണുന്നവരോടും പറയുന്നുണ്ട് ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് മാത്രം കാണാം. നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ്, ഇതൊരിക്കലും എന്തല്ല. ഇപ്പോൾ ഞാൻ നാളൊക്കെ പറഞ്ഞല്ലോ ചില ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇതാണ് റിയൽ ലൈഫ് നമ്മൾ ആരും കരുതരുത്. ചില ആളുകളെ അത് ഒരു ചിലപ്പോൾ എന്താവും നമ്മൾ വ്ളോഗിന് വേണ്ടി മാത്രം എടുക്കണേ കാരണം അത് കാണുമ്പോൾ നമ്മൾ എൻ്റെ ലൈഫ് എന്താ അങ്ങനെ ആവാത്തത്, ഞാൻ മാത്രം ഇങ്ങനെ ഓരോ ലൈഫൊക്കെ അങ്ങനെ അടിപൊളിയാണല്ലോ, അങ്ങനെ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. അത് മറ്റേ എല്ലാവരും പറയണ റിയൽ ലൈഫ് വേറെയാണ്. അപ്പോൾ അത് എല്ലാവരും അങ്ങനെ തന്നെ മനസ്സിൽ വെക്കുക. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി ബാക്ക് ടു നോർമൽ നമ്മളിതാ ഇനിയിപ്പോൾ ചെക്കന്മാരൊക്കെ കസാക്കിസ്ഥാനിൽ നിന്ന് വരും. പിന്നെ അസർ ഇപ്പോൾ കോഴിക്കോടാണ്, 2 ദിവസം കൊണ്ട് ഇന്നോ നാളെ ആയിട്ട് അസറും കൊണ്ട് വരും. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മളെ ചെക്കന്മാരെ ട്രാക്ക് കയറും. നമ്മൾ ആ കാര്യങ്ങളും നമ്മളെ ഫ്രണ്ട് സർക്കിളിലുള്ള കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോസ് ആയിട്ട് നിങ്ങളെടുത്ത് വരും. അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ വീട്ട് കാര്യങ്ങളൊക്കെ അതൊക്കെ ഇപ്പോഴൊക്കെ ആയിട്ട് ഓരോന്നൊക്കെ അതിൽ ഓല് വരേണ്ട ആണെന്ന് തോന്നുന്ന ഭാഗത്തൊക്കെ ഓല് വരും, അത്രേ ഉള്ളൂ. അല്ലാതെ വെറും ഈ ഫാമിലീസ് മാത്രമേ കണ്ടൊരു ഫാമിലി വ്ളോഗ് കാര്യങ്ങൾ അങ്ങനെ ചില ഓരോരുത്തർ കമൻറ്റ് വരുന്നുണ്ടിട്ട് ഞാൻ പറയാം കേട്ടോ. അതായത് ഇതിൽ പുതിയ വന്ന ആൾക്കാർക്കൊന്നും ചിലപ്പോൾ അറിയില്ല നമ്മൾ എങ്ങനത്തെ വീഡിയോസ് ഇടണേ എന്നൊന്നും ചിലപ്പോൾ അറിയാത്ത ആൾക്കാരേക്കാരം. അപ്പോൾ അങ്ങനത്തെ വേണ്ടി മാത്രമായിട്ട് എന്തൊക്കെ പറയണത് എന്താ. അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങളുടെ അടുത്ത് അറിയിക്കാനും ഇത് കാണാനൊക്കെ എത്ര ആൾക്കാരൊക്കെ എല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഇനി മുന്നോട്ടുണ്ടാവണം. അപ്പോൾ ഇന്ന് നമ്മൾ പോകണേ ഞാൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ കുട്ടികൾ എന്നോട് കുറേ ദിവസമായിട്ട് പറയാണ് പിന്നെ സാറിൻ്റെ നിക്കാഹ് കഴിഞ്ഞല്ലോ അപ്പോൾ ഓളെ ഞങ്ങൾക്ക് കാണിച്ചു തരുമോ പറഞ്ഞിട്ട് കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട്. ടീച്ചേഴ്സിൻ്റെ സ്കൂളിൻ്റെ സഹപ്രവർത്തകരായി ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ ടീച്ചർമാർ എന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഓരും എന്നോട് കുറേ പറയാം നിക്കാഹിൻ്റെ അന്ന് ജസ്റ്റ് കണ്ടു എന്നല്ല പിന്നെ ഓളോടും സംസാരിക്കാനും കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റിയില്ല. അപ്പോൾ ഒന്ന് കൊണ്ടുവരുമോ ചോദിക്കണ്ട്. അപ്പോൾ നമ്മളിന്ന് പോവുകയാണ് അല്ലേ കുട്ടികളുടെ അടുത്തേക്ക് നമ്മൾ പോവുകയാണ്. അതേപോലെ പോകുമ്പോൾ ആദ്യമായിട്ട് ചെല്ലുകയാണല്ലോ എൻ്റെ കുട്ടികളുടെ അടുത്തേക്ക്. അപ്പം ഓള് എന്തെങ്കിലും കുറച്ച് സ്വീറ്റ്സോ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് കുട്ടികളുടെ അടുത്തേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സ്കൂളിലെത്തിയിട്ട് ബാക്കി കാണിച്ചു തരാം. ഓക്കെ ലഡു കിട്ടി ഗൈസ്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് പുതിയ ആദ്യമായിട്ട് ചെല്ലല്ലേ വെറുങ്ങയോട് ചെല്ലേണ്ടി വരുന്നത് കുറച്ച് ലഡു ഒക്കെ ഓർഡർ ചെയ്തിരിക്കണേ. അപ്പോൾ ലഡു കിട്ടി നമ്മൾ കൊണ്ട് സ്കൂളിൽ പോവാട്ടോ. വിതരണം ചെയ്യല്ലോ കുട്ടികൾക്ക്.
കുട്ടികളോ ഡീലേക്ക് വേണ്ടിട്ടോ കുട്ടികളാണ് സീനാണ്. നമ്മള് സ്കൂളിന്റെ അവിടെ എത്താനായിട്ടോ. അപ്പൊ ശരിക്കും മറുപടി കൊടുത്തോണ്ടിട്ടോ കുട്ടികളുടെ ചോദ്യത്തിന്. കുട്ടികളാണ് ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. ഞാൻ അവരോട് അല്ലെങ്കിൽ തന്നെ പറയല്ലോ എന്താ വെച്ചാല് ഒരാൾ നമ്മളൊരു കാര്യം ചോദിച്ചാൽ എൻ്റെ മറുപടി കൃത്യമായിട്ട് പറയാന്നില്ല, അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും സ്മാർട്ടായിട്ട് അതിൻ്റെ ഒരു മറുപടി കൊടുക്കുക. അപ്പോൾ ആ സാധനമാണ് ഞാൻ ഓരോ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇജ്ജ് ആദ്യം കാട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യില്ല, ഓരോ ഇതാക്കൂല. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് സ്കൂളിൻ്റെ ഗേറ്റ് തുറക്കാം കേട്ടോ. ആദ്യം എനിക്ക് കേട്ടോ വീട്ടിക്ക് റിട്ടേൺ ആക്കി തന്നാളി. അതായത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കിട്ടണ വരവേൽപ്പാണ് നമുക്ക് ഇവിടുന്ന് കിട്ടാൻ. ആടോക്കെ ക്യാമറ കണ്ടാക്കി ആടോക്കെ. സുബ്ഹാനെ എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട്. അതായത് ഞാൻ ഇവിടെ നിലമ്പൂര് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും മാത്രമേ ഇങ്ങനെ ഒരു വരവേൽപ്പ് കണ്ടിട്ടുള്ളൂ. ആ ക്യാമറ കാണിച്ചു കൊടുത്താ ആടോക്കെ കണ്ടോ ആടോക്കെ. രാഹുൽ ഗാന്ധി കിട്ടുന്ന വരവേൽപ്പാണ് കിട്ടുന്നത്, രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും. അസ്സലാമലൈക്കും. സന്തോഷായോ? അങ്ങനെ തിക്കി തിരക്കി നിന്നാലേ എങ്ങനെയാ അവർക്ക് ഇറങ്ങണ്ടേ? അസ്സലാമലൈക്കും. പനി മാറിയോ? ആ കുറഞ്ഞു. വെള്ളം പറ്റിയില്ലേ? ആ തോന്നുന്നുണ്ട്, ക്ലൈമറ്റും വെള്ളവും ഒക്കെ കൂടെ. ഞാൻ പറയുന്ന വാസലിനോട് ഈ കാട്ടിലല്ലേ, അപ്പൊ അത് തണുപ്പ് പറ്റുണ്ടാവില്ല. ആ കുറവുണ്ട്. ഇല്ല, വീട്ടുകാർ വരുന്നുണ്ട് വെള്ളിയാഴ്ച, അപ്പൊ ഓല പോകുമ്പോ. ഇല്ല, ഞാൻ കാറില്ല, സ്കൂട്ടി മാത്രമേ ഉള്ളൂ. ഞങ്ങള് തയ്യ ആളല്ലേ ഉള്ളൂ. ഞങ്ങളൊരു ഫാമിലി. അങ്ങനെ അത് ജെൽസിയാ. ഞാൻ റൈഫ. റൈഫ് ടീച്ചർ. ആ ഓക്കെ, മാറിപ്പോയി. ശരിക്കും ബുഷ്ര ടീച്ചർ ഉണ്ട്. ബുഷ്രനെ വിളിക്കായിരുന്നല്ലോ. ബുഷ്രാനെന്നാ വരുത്തണ്ടല്ലോ. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് എങ്ങനെയാ അങ്ങനെ മാഷായിട്ട് നിൽക്കുന്നുണ്ടോ? ക്വസ്റ്റ്യൻ ചോദിക്കാൻ ആൻസർ അറിയാം, അതിനുള്ള ആളല്ല കേട്ടോ ഭാര്യ. നീ ക്വസ്റ്റ്യൻ ചോദിക്കാനും അതിന്റെ മറുപടി പറയാനുള്ള ആളെ അല്ല ഭാര്യ. രണ്ടാളും ഈക്വലാ. നീ എന്താണോ അത് തന്നെയാണ് അവളും. രണ്ടാൾക്കും ഒരേ ഒരു ചോദ്യം ചോദിച്ചാൽ തിരിച്ച് ചോദ്യം ചോദിക്കാനുള്ള അവകാശം. ഒരാള് കാര്യങ്ങളെ കുറിച്ച് പറയാനും മറ്റൊരാൾ ചെയ്യാനുള്ള ആളല്ല. നമ്മൾ ഒരുമിച്ച് ഡിസൈഡ് ചെയ്യുന്നു, ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. അത് എന്താണെങ്കിലും ചെറിയൊരു സംഗതിയാണെങ്കിലും നിനക്കുള്ളതാണെങ്കിൽ ആഴെ അങ്ങനത്തെ ഒരു സംഭവമില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മള് ലൈഫ് നമുക്ക് എന്നൊക്കെ ഉള്ളതല്ലേ, എന്നും പോകാതെ. അപ്പോൾ അതിനെ അങ്ങനെ പോയാല്
പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ, സന്തോഷമായിട്ട് പോവാം. അപ്പം നമുക്കും തന്നെ എൻ്റെ അഭിപ്രായത്തിന് വില ഉണ്ടെന്ന്, പ്രത്യേകിച്ച് ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു പ്രിഫറൻസ് അത്. ആണുങ്ങൾക്ക് നോർമലി ഒരു ജീവിതം കൊണ്ട് തന്നെ ഒരു മേൽക്കോയ്മയുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഉപ്പാക്കൊരു മേൽക്കോയ്മയുണ്ട്, അത് സ്വാഭാവികമായിട്ട് ആണുങ്ങൾക്കുണ്ട്. അപ്പോൾ ആ പെണ്ണുങ്ങൾ ഇത് അല്ലേ, പെണ്ണുങ്ങൾ ശരിക്കും ഇത് ചോദിച്ച് വാങ്ങുകയല്ല വേണ്ടത്, പെണ്ണുങ്ങൾക്ക് കൊടുക്കുക വേണ്ടത്. ആണുങ്ങളാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ആണുങ്ങൾ ഇനി നിസ്സാര കാര്യമായിക്കോട്ടെ ഒരു അഭിപ്രായം ചോദിക്കുക, അതുകൊണ്ട് ആ പെണ്ണിൻ്റെ സന്തോഷം കൂടും, അപ്പോൾ ആ വീടിൻ്റെ സന്തോഷം കൂടും. ചിലപ്പോൾ നടത്തൽ ആണുങ്ങളെ തീരുമാനമായിരിക്കും, പറഞ്ഞിട്ട് അറിയില്ല, നമ്മളോട് അഭിപ്രായം ചോദിച്ചു. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് പെണ്ണുങ്ങൾക്ക് കാണാൻ പറ്റില്ല. എന്ത് കാര്യത്തിൽ നമ്മൾ സ്ത്രീകൾ കുറച്ച് വൈകാരികമായിട്ടാണ് പറയുക. ചിലപ്പോൾ എന്താണ് ആ സമയത്ത് നമ്മളെ ചുറ്റുപാടും നമ്മൾ നോക്കില്ല, നമ്മളതങ്ങ് ചെയ്യല്ലേ. ഇപ്പോൾ ജസ്റ്റ് ചിലപ്പോൾ ഒരു കാറ് വാങ്ങണം നമ്മുടെ മനസ്സിലുണ്ട്, അപ്പോൾ തന്നെ വാങ്ങല്ലേ അറിയുമ്പോൾ ചിലപ്പോൾ ആണുങ്ങൾക്കായിരിക്കും ചിലപ്പോൾ അതിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ അവരതൊന്ന് ബോധ്യപ്പെടുത്തുമ്പോൾ അങ്ങനെ എല്ലാ കാര്യത്തിലും അങ്ങനെ പോയാൽ സ്മൂത്തായിട്ട് പോകണം എപ്പോഴും. അപ്പോഴേ നമുക്ക് നമ്മളെ വീട്ടിലേക്ക് ആണുങ്ങൾക്ക് വൈകുന്നേരം വീട്ടിലേക്ക് ചെല്ലാൻ തോന്നണം. അവിടെ എന്നെ കാത്തിരിക്കുന്ന ഒരു കുട്ടിയുണ്ട്, ഞാൻ പറയുന്നത് എന്നെ ഇഷ്ടത്തോടെ അംഗീകരിക്കുന്ന ഒരാളുണ്ട്. പെൺകുട്ടിക്ക് ഈ ചെങ്ങായി പോയാൽ മതിയെന്ന് തോന്നരുത്, വൈകുന്നേരം വരാൻ കാത്തിക്കണം. കാരണം നമുക്ക് അത്ര ഇഷ്ടത്തോടെ ഒരാൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരാളാണ് വരാനുള്ളത് അല്ലേ. അങ്ങനെ വരുമ്പോൾ ആണല്ലോ ആ ലൈഫ് ഇങ്ങനെ സ്മൂത്തായിട്ട് പോവാം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് രണ്ടൊക്കെ എക്കാലോ അതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാം. ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ടീച്ചറെ. ടീച്ചർ എത്ര അല്ലേ? 34 വർഷം കഴിഞ്ഞു. എത്ര വർഷം ടീച്ചറെ? കല്യാണം കഴിഞ്ഞിട്ട് 34 കൊല്ലം കഴിഞ്ഞു. 34 കൊല്ലം. സ്കൂളിലും സെയിം. അപ്പോൾ ഇതാണ് ഞങ്ങൾ അച്ഛൻ കേട്ടോ. ഞങ്ങൾ അച്ഛനാണെങ്കിലും ഇപ്പോൾ ടീച്ചറും ബുഷ്ര ടീച്ചറാണ് ഇവിടെ സ്കൂളിൽ നമുക്ക് സീനിയർ ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ബുഷ്ര ടീച്ചർ റിട്ടയർഡായി പോയി, ഇനി വലിയ ടീച്ചർ ആ അതായത് നമ്മുടെ ഉമ്മാരുടെ സ്ഥാനത്ത്. പിന്നെ അടുത്ത് കുറേ മിസ്റ്റേക്കുകൾ, ഇപ്പം ഞാനൊക്കെ തുടക്കക്കാരാണ്, ഒരു 3-4 കൊല്ലമായിട്ടുള്ളൂ. നമുക്ക് വരുന്ന മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഇതൊക്കെ പറഞ്ഞു തരുന്നതും ഉണ്ടാക്കണമൊക്കെ ടീച്ചറും ബുഷ്ര ടീച്ചറൊക്കെ നമുക്ക് പറഞ്ഞു തരും. പിന്നെ അതേപോലെ അർച്ച ടീച്ചർ അതായത് നമ്മളെ സ്വന്തം പെങ്ങന്മാരുടെ സ്ഥാനത്താണ് ഓല് രണ്ടാളും. ഞാൻ അങ്ങനെ തന്നെ ഓരോടും നിൽക്കല്, ഓല് എന്നോടും അങ്ങനെ തന്നെ നിൽക്കല്. എന്തുണ്ടെങ്കിലും പറഞ്ഞു തരും. ഇനിയിപ്പോൾ രജിസ്റ്റർ അതായത് നമ്മളൊരു സ്കൂളിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമല്ല ടീച്ചർ, നമ്മളെ രേഖകൾ ആ ടീച്ചർ എപ്പോഴും പറയും. അതായത് നമ്മൾ പറയുന്ന പോലെയല്ല, രേഖകൾ എന്ന് പറഞ്ഞാൽ തെളിവാണ്. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കണം ടീച്ചർ ഞങ്ങൾക്ക് എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ടീച്ചർ എപ്പോഴും ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന മിസ്റ്റേക്കുകളായാലും കാര്യങ്ങളായാലും ഒക്കെ എനിക്ക് പറഞ്ഞു തരില്ല ടീച്ചറും എൻ്റെ ഒപ്പം ഈ ടീച്ചർമാരൊക്കെ തന്നെ. ഒരു വിനീഷിന്റെ ഒരു കേസ് വന്നു, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. അപ്പോൾ അർഷ ടീച്ചറോട് അയാൾ പറഞ്ഞു നിങ്ങൾ കോടതിയിൽ വരേണ്ടി വരും. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് പോയ കുട്ടിയാണ്, ആ കുട്ടി ഇപ്പോൾ 10ാം ക്ലാസ്സിലാണ് അവൻ. പക്ഷെ ഇവിടെയാണ് ചേർന്നതെന്നുള്ളതുകൊണ്ട് അപ്പോൾ ഒരു കുട്ടി എന്ന് പറയുന്ന ഒരു രേഖയാണ്. അപ്പോൾ ആ രേഖ എന്നും വേണ്ടി വരും. പണ്ട് പഠിച്ചു പോയതാണ്. പണ്ട് പഠിച്ചു പോയതാണ്. ഇപ്പോൾ 10ാം ക്ലാസ്സിലാണ് കുട്ടി. എന്തോ പ്രശ്നം ഉണ്ടായിട്ട് കോടതിയിലെ കേസായിട്ട് ബന്ധപ്പെട്ടു. അതായത് ഇന്നിപ്പോ എനിക്ക് കിട്ടണമെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഇവിടെ കിട്ടുന്ന സ്വീകരണം ഇന്ന് പോയിട്ട് എന്നെ കിട്ടുള്ളൂ ടീച്ചറെ. ഒരു ഫാമിലി അല്ലേ, ഇതൊരു ഫാമിലിയാണല്ലോ. കല്ലു താരം മനസ്സിലായോ? കല്ലു എന്റെ കുട്ടിയോ? എന്റെ കുട്ടിയാ? നമ്മളെ ബാസിൽ മാഷിന്റെ കുട്ടിയാ. ബാസിൽ മാഷ് കല്യാണം ഉണ്ടായിരുന്നു, ലഡൊക്കെ തന്നില്ലേ? ഇനി ബാസിൽ മാഷ് കാണിച്ചു തരും. അവളൊന്ന് വീണു, അപ്പൊ ഇവിടെ വേദനയായി. അപ്പൊ ഞങ്ങള് കുറച്ചേരം ഇതാണ് തുറന്നു വെച്ചു. പൈസ നമ്മളായിട്ട് പൈസ എന്തിനാ വേണ്ട. ഇതൊക്കെ നമ്മളെ പഠനോപകരണങ്ങളാട്ടോ. നിജു സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ വേണ്ട സാധനങ്ങളാണ് അതൊക്കെ അല്ലേ. ടീച്ചിങ് മാനുവല്, TLM ഇതൊക്കെ നിർബന്ധമാണ് ക്ലാസ്സുകൾ കയറണമെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ കുത്തിരിക്കാം. ആദ്യം HMനെ കാണിച്ച് ഇതൊക്കെ ഒപ്പിടണം. ഇതൊക്കെ അതേമാതിരി നമ്മൾ ക്ലോക്ക് പഠിപ്പിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ക്ലോക്കും കാര്യങ്ങളൊക്കെ. പിന്നെ അതേമാതിരി കുറേ സംഭവങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ കുട്ടികൾ ഉണ്ടാക്കുന്നത് ചിന്തിക്കൊന്നും ഉണ്ടാവില്ല. പ്രധാനപ്പെട്ട കത്തി, കൈക്കോട്ട്, പിന്നെ പേന, പെൻസില്, അതേമാതിരി അങ്ങനത്തെ ഈ പ്ലെയർ കാര്യങ്ങൾ ഇതൊക്കെ ടീച്ചർ അടുത്ത് ഉണ്ടാവുക.
ഹർഷ ടീച്ചർക്ക് തെരഞ്ഞാൽ കിട്ടണം. ഓള് ഹിന്ദി കോഴ്സ് കഴിഞ്ഞാണല്ലോ ടീച്ചറെ? ഹിന്ദി കോഴ്സ് കഴിഞ്ഞല്ലേ? എന്താ പിന്നെ ടീച്ചിങ് കോഴ്സ് ടെസ്റ്റ് വേണം. ഒറ്റവട്ടം എഴുതി നോക്കി. ഞാൻ ഗ്രൂപ്പിലിട്ടില്ലേ? പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഏതായാലും പോന്നോട്ടെ പൈസ വേണ്ട. ഓള് പോരൂല. ഓള് ഇവിടുന്ന് മൂലയാലും ഓള് പോരൂല. ഇനി കണ്ടോളൂ. ഞാൻ ചോദിച്ചു ഓളോട്. ഞങ്ങൾ ഈ ആൾക്കാരെ ഒരു പ്രേതപ്പല്ലുണ്ടോ? അത് രസല്ലേ? ആ ഷോക്ക് പ്രശ്നമാണ്. അങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ രസമാണ്. ഡോക്ടർമാര് കുറെ കളയുണ്ടോന്ന് പറയും. ഡോക്ടർമാരെങ്ങനെ പറയാ? ആരപ്പോ ഇവിടെ കൊണ്ടുണ്ടാവും നോക്കണേ. അപ്പൊ നമ്മളെ താത്ത വരുന്നുണ്ട്. താത്താന്റെ മാസം എൻട്രി. പുതിനെ കാണാൻ സാരി എടുത്തോ. എന്താടാ എന്തെങ്കിലും നോക്കണേ? എന്താ നോക്കണേ? പുതിയ ഇവിടെ വരൂ. ഇതിങ്ങടെ വരൂ. പുതിയ നിങ്ങടെ വരും. അപ്പോളേ നിങ്ങളെല്ലാവരും പുതിയണ്ണിനെ കാണാൻ പറഞ്ഞിട്ടില്ലേനോ? നിക്കായതുകൊണ്ട് നിങ്ങളെ ആരും വിളിക്കാൻ പറ്റില്ല. അപ്പൊ പുതിയണ്ണിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിക്കാണ്. പുതിയണ്ണി നിങ്ങൾക്ക് ഒരു ചെറിയൊരു സ്വീറ്റ്സും കൊണ്ടുവന്നിക്കണേ. ഓക്കെ അല്ലേ? അപ്പൊ പോരെ? ഒരു ചെറിയൊരു ലഡു ആണ് കേട്ടോ. തൽക്കാലം നമ്മൾ അതാ തരുന്നത്. ബാക്കി പിന്നെ തരണ്ട കേട്ടോ. എന്നാ കൊടുത്തോ. ആ ബിരിയാണി കൊടുത്തു 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 കൊടുത്തോ. എന്നാ കൊടുക്ക് കൊടുക്ക്. ആ ഓരോന്നോരോന്ന്. ഞാനും കൊടുക്കണം. നോക്കണേ. ഓക്കെ വെൽക്കം. അവളെ അടിപൊളി ഒരു പാട്ട് പാടും. ആ പാടും പാടും. പാടും ടീച്ചറേ. പാടി കൊടുക്കട്ടെ. വേണ്ടൊരു പാട്ടേ. വേണ്ടിൻ്റെ ചെറിയൊരു പാട്ട്. ഓക്കെ വെൽക്കം. പെണ്ണിനെ ഹലോ പെണ്ണിങ്ങോട്ട് വരൂ. നിങ്ങൾ എന്നെ വിളിച്ചു നോക്കി. പെണ്ണിങ്ങോട്ട് വരൂ. പെണ്ണിങ്ങോട്ട് വരൂ. പെണ്ണിങ്ങോട്ട് വരൂ അറിയൂ. അയ്യോ ചാടിയോ? ഇവരെന്നെ എപ്പോഴും ചോദിക്കുന്നുണ്ട് അല്ലേ? ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. എന്തൊക്കെ വർത്താനം? അപ്പൊ ഇന്നോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു. ഓക്കെ അല്ലേ? ഇനി ഒന്നുമില്ലല്ലോ. നിങ്ങൾ എന്നോട് എന്തൊക്കെയാ ചോദിച്ചു? ചോദിക്കാലൊക്കെ ഇനി നേരിട്ട് ചോദിച്ചു. എന്തായാലും ചോദിക്കാണ്ടോ? ഒന്നും ചോദിക്കാല്ല. പ്രൂവിന് എന്തൊക്കെ ചോദിച്ചല്ലോ എന്നോട് രാവിലെ? സാറിനിപ്പം ഞങ്ങളെയാണ് ഇഷ്ടം അത് ഓളാണ് ഇഷ്ടം ചോദിച്ചു എന്നോട്. നിങ്ങളല്ലേ നമ്മളെ കുട്ടികളെ. ആര് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ നിങ്ങളെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞത്. നിങ്ങളല്ലേ നമ്മളെ കുട്ടികളെ. അപ്പൊ നിങ്ങളെല്ലാം ഇഷ്ടം ഉണ്ടാവുക. ഇനി ടീച്ചറെ പേർക്ക് ഞാൻ ഒരു ഓഫർ എടുത്തിക്കണേ. എക്സാമിന് നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു അടിപൊളി ട്രീറ്റ്. എന്താണെന്നും പറഞ്ഞിട്ടില്ല. 6 കുട്ടികളാണല്ലോ എക്സാം എഴുതുന്നത്. ആ 6 ആളും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. LSS കുട്ടികൾ ആരൊക്കെയാണെന്ന് കൈ വന്നിട്ടാണ്. ഒരെല്ലാവരും നല്ല കഴിവിൽ കുട്ടികളാണ്. നല്ലോണം പഠിക്കുകയും ചെയ്യും. എല്ലാം ഉഷാറാണ്. പക്ഷെ ഒരു മനസ്സ് വെച്ചാൽ കിട്ടും.
മനസ്സ് വെച്ചാൽ കിട്ടും. അതിനെന്താ വേണ്ട ചിന്നെ കൊണ്ട് പറ്റണൊക്കെ ഞാൻ ചെയ്തു തരാം. അതേപോലെ തിരിച്ചു നിങ്ങൾ ഇങ്ങോട്ടും ചെയ്തു തരാം. അത്രേ ഉള്ളൂ. ബസ്സിൽ രാവിലെ വണ്ടിയിൽ കയറുമ്പോ പിന്നെ ഇവരിങ്ങനെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കണ കേട്ടു. അങ്ങോട്ടും കൂടി ചോദിക്കലുണ്ടോ? ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതിയതാടാന്ന് ചോദിച്ചോ? ആ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അങ്ങനെ തന്നെ. പിന്നെ എന്താ വേറെ ഏതോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നിങ്ങൾ എപ്പോഴും ഒഴിവുള്ള സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കണം, നിങ്ങൾക്ക് ഓർമ്മ നിൽക്കാനും നല്ലതാണ്. അതേപോലെ ടീച്ചറെ 27-ാം തീയതി എക്സാം ആകെ കുറച്ച് ദിവസമുള്ളൂ. ഞാൻ അവരോടൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കളിച്ച് നടക്കാലോ. ഫുള്ള് കളിച്ചു കഴിയണ കുട്ടികളാ. അതെ അതെ. അപ്പൊ പിന്നെ നിങ്ങളെ മെനക്കെട്ടാ മതി, എന്തായാലും കിട്ടും. നിങ്ങളൊരു മനസ്സ് വെക്കുക, ഇരുന്ന് പഠിക്കുക കേട്ടോ. സെറ്റല്ലേ? ഇനി ഈ ശനിയാഴ്ചക്ക് നമുക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ. ഞാൻ നിങ്ങളെ ക്ലാസ്സിന് വേണ്ടിയാണ്ട് നമ്മൾ ഒരുപാട് എല്ലാ പരിപാടിയും ഒക്കെ മാറ്റി വെച്ചിരിക്കണേ. ഇനിയൊരു ടീച്ചർ വെച്ചാൽ കല്യാണം കഴിഞ്ഞില്ല എങ്ങോട്ടും പോകണില്ലേക്ക്. അപ്പം ഞാൻ എങ്ങോട്ടും പോകണില്ല എനിക്ക് ടീച്ചറോട്. എന്താ വെച്ചാൽ പോയാൽ നമുക്കിവിടെ ദിവസം നഷ്ടപ്പെടും കേട്ടോ. അപ്പം എന്താ വെച്ചാൽ ഇനി നിങ്ങളെ എക്സാം ഉണ്ടെങ്കിൽ ഞാൻ എങ്ങോട്ടേലൊക്കെ ദൂരമൊക്കെ പോകണുള്ളൂ, അല്ല എങ്ങോട്ടും പോകില്ല. അല്ലാതെ എവിടേക്കെങ്കിലും ചെറുതായിട്ടൊക്കെ പോകുന്നല്ലാതെ വേറെ എങ്ങോട്ടും പോകണില്ല കേട്ടോ. നമുക്ക് നമ്മളെ ദിവസം പ്രധാനപ്പെട്ടാണ്. അപ്പം നിങ്ങളും അതേപോലെ തിരിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് ഉണ്ടാകാം. ഓക്കെ? അപ്പം അടിപൊളിയായിട്ട് കൂടെ നിൽക്കണം. ഓക്കെ അല്ലേ? എന്നാ പോട്ടെ. ഓക്കെ ബൈ. അപ്പൊ നഷ്വത്താനോടൊന്നും പറയല്ലേ? ഒന്ന് പറയല്ലേ? എല്ലാരും കൂടെ ഒന്ന് പറഞ്ഞേ. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ അങ്ങനെ കേട്ടോ. അപ്പൊ പറഞ്ഞ പോലെ വാലൈക്കും സലാം. ശരി കേട്ടോ. ഇവിടെ എല്ലാരും നിശ്ചയിന്നാ വിളിക്കല്. അവിടെ പിന്നെ അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. അതൊക്കെ പണ്ടത്തെ ആൾക്കാരാണ് അങ്ങനെ. നമ്മൾ പുതിയ പുതിയ ആൾക്കാർ നമ്മളങ്ങനെ വായിക്കലോട് വെച്ച് കൊടുക്കുക. ഞാൻ എടുത്തില്ല, അങ്ങനെയൊന്നും ഇല്ല. അങ്ങനത്തെ ഫോട്ടോ ഒന്നും എടുത്തില്ല. എന്താ അറിയില്ല, ഇട്ട് വെച്ച് കൊടുക്കണ അത് ഒരു ഇതില്ലാത്ത പരിപാടി. അതൊക്കെ എല്ലാവരും ചെയ്യണം. നിങ്ങൾ വേറെ പുതിയ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടെങ്കിൽ പറയും. നമുക്ക് അതൊന്നും പറ്റൂല. എന്താണ് പിന്നെ അതിനെക്കടത്തല്ലേ ലേറ്റ് കൊടുക്കണല്ലേ? വേണ്ട, അതൊക്കെ എന്താ നമുക്ക് നമ്മളെ കുട്ടികളെന്ന് പറഞ്ഞ നിങ്ങളാണ് അല്ലേ? ഞാൻ എപ്പോഴും പറയലുണ്ട് അല്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്? ആ, നമ്മക്ക് നിങ്ങളോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പൊ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു തരും? എല്ലാം ചെയ്തു തരും. തിരിച്ച് ഞാൻ പറയണ നിങ്ങളും ചെയ്തു തരണം. ആ, ടൂറിനെ നമുക്ക് നോക്കാം. ടൂർ നമുക്ക് പോവാം, നമുക്ക് അടിച്ചു പൊളിച്ച് പോരേണ്ടി വരും. അതിൽ വേറെ ആയി വരണ്ട, അത് നമ്മളെ പ്രൈവസി നഷ്ടപ്പെടും. ആ, ടൂർ ഡേറ്റ് നമ്മൾ ഇന്ന് ഫിക്സ് ആക്കും. ഇന്ന് രാത്രി ഫിക്സ് ആക്കിയിട്ട് നാളെ പറഞ്ഞു ലേട്ട് വേണോ? ലേട്ട് ഇനിയിപ്പോ തന്നാലേ ഒരു മിനിറ്റ് നമുക്കൊരു കാര്യം ചെയ്യാം. ഒരാൾക്ക് 1-2 പൊട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ വരില്ല കേട്ടോ. എന്താ ടീച്ചർമാർക്കും കൊടുക്കാണ്ട് അവിടെ കേട്ടോ. 2 ടീം ആയിക്കോളി. അവിടെ 2 ഈ 2 ഇങ്ങോട്ട് പോട്ടെ. ആദ്യ ഫസലും പോട്ടെ. ആയിക്കോട്ടെ, ഫസലും ഈ 2 പോയിക്കോട്ടെ. നിങ്ങൾ 2 പോയിക്കോളി. നിങ്ങൾ 2 പോയിക്കോളി. നിങ്ങൾ 2 പോയിക്കോളി. ഒരാളെ കൂട്ടണം. ഒരാളെ കൂട്ടി. ഞാനല്ലേ വാ മോളെ. ഓക്കെ, ഹാപ്പി അല്ലേ? പിന്നെ ഒരു കാര്യം, ഈ 2 വട്ടം തന്നത് വേറെ ആരോടും പറയണ്ട കേട്ടോ. നിങ്ങൾക്ക് മാത്രം കേട്ടോ. ആർക്ക് അയിമന്ന് ആർക്കെങ്കിലും കൊടുക്കേ കേട്ടോ. എന്നാ പോവാൻ കേട്ടോ. നാളെ കാണാം. എന്തൊക്കെ ഒരു ചോദിക്കണ്? നിങ്ങള് നിന്റെ പേര് പറഞ്ഞെടുത്തൊക്കെ പറയുന്നത്. എന്താ പേര് പറഞ്ഞിന്റെ? ചക്കിയാണ് പേര് കേട്ടോ. വെറുതെ നിങ്ങൾ ഞാൻ വരണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരണ്ട് കേട്ടോ. നിങ്ങൾ പോണ്ട സ്കൂൾക്ക് വരണ്ടേ? വരും. ബസ്സിൽ സാറോട് കൊണ്ടുവരാൻ പറ.
എടാ ടൂറിന് നമുക്ക് ഒറ്റക്ക് പോവാം, നമുക്ക് അടിച്ചു പൊളിക്കാം. ആ വരൂ. ഞാൻ അടുത്ത ക്ലാസ് പോയോട്ടെ. നിങ്ങളുടെ പേരെന്താ? കൊറേ പേരുണ്ടല്ലോ. ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ അങ്ങോട്ട് പോയാ. അല്ല, നിങ്ങളുടെ പേരെന്താ? നിഹില. മൗന. പേരെന്താ? നേഹ മെഹറിൻ. ഓക്കെ ഓക്കെ. ഇയാളുടെ പേരെന്താ? രമ്യ. ഓക്കെ. നീ പോവാ? ഓക്കെ. ഹവ്വ, ഫൈഹ, അൻഷിയ, നൂറ. ഓക്കെ. അയാൻ, റിയാദ്, അജയ്. ഓക്കെ. ഓഫീസിൽ പോവാ. എന്താണ്, എന്താ പ്രശ്നം? ആ കറക്കല് ഞാൻ കറക്കാം. എന്നെ കറക്കാൻ കറങ്ങല്ലേ? കറങ്ങോ പോരെ? എടുത്ത് പോരെ? എന്നാ നീ പിന്നെ വരണ്ടോ? അവനോട് പറഞ്ഞോ, അവനോട് പറഞ്ഞോടാ. ടാറ്റ, പോയി വരട്ടോ. ബൈ. വരണ്ടോ? നമ്മള് ദേശീയ ഗാന ടീം വരുന്നുണ്ട് കേട്ടോ. വരി. വരിണ്ട് റോനി. കട്ടേ അച്ഛനെ വലൈക്കും സലാം. വാലേക്കും സലാം. ഓക്കെ. വാതിലോ എവിടെ ഉണ്ട്? മുന്നിലെ ബാക്കിലോ? ഒരാൾ മടിയിലിരുന്നോ? ഓക്കെ, ഞാനുള്ള കുത്തനുള്ളൂ. ഞാൻ പൂട്ടി പോവാട്ടോ. ആ കയറാൻ നിൽക്കി നിൽക്കി. ആദ്യം വലുത് കഴിയട്ടെ. ഓക്കെ ഓക്കെ, എല്ലാവർക്കും കയറാം. എന്നെ എടാ എല്ലാവരും ഇപ്പുറത്ത് കയറി. എൻ്റെ ഈ സൈഡ് കയറി. എല്ലാവരും ഇങ്ങോട്ട് വരിക്ക് വരിക്ക്. അല്ല അങ്ങോട്ട് വരിക്ക്, അങ്ങോട്ട് വരിക്ക്. കയറേണ്ട പോലെ ഇങ്ങനെ എന്നാ പറ്റൂല. വരി നിൽക്കണം. ഒരു മിനിറ്റ്. ആദ്യത്തെ ആൾ ഇവിടെ നിന്നാണ്. ഇനി ബാക്കി എല്ലാവരും ഇതിൻ്റെ ബാക്ക് പോയി നിന്നാണ്. ഓൻ്റെ ബാക്ക് പോയിക്ക്. ഓൻ്റെ ബാക്ക് പോയിക്ക്. ഓക്കെ, എല്ലാവരും കയറി തരാം. അടക്കിട്ടോ. ഓക്കെ. അല്ല നിങ്ങൾ ഇറങ്ങി. ഇനി ബാക്കി കയറാൻ ആൾക്കാരുണ്ട്. അവൾക്കൊരു ആഗ്രഹം എൻ്റെ വണ്ടിയിലൊന്ന് കയറണമെന്നില്ല. രണ്ടാള് രണ്ടീച്ചാള് ഇരുന്നോ. എല്ലാരും എടുത്തു. നടക്കട്ടെ. പോലെ ഇട്ട് പൂട്ടി പോയാലോ നമ്മള്. അപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി ഇപ്പം ഇങ്ങനെ മഞ്ചേരി പോയി കൊണ്ട് കേട്ടോ. മഞ്ചേരി എന്താ വെച്ചാൽ നമ്മളെ അസറുവിൻ്റെ ജോർജിയക്കുള്ളൊരു പേപ്പർ അവിടെ എത്തിക്കണ്ട. അപ്പോൾ അസറു ഞാൻ പറഞ്ഞല്ലോ കോഴിക്കോടാണ്. അപ്പോൾ എന്നെ വിളിച്ചേൽപ്പിച്ചു. അപ്പോൾ ഞാനിപ്പോൾ കൊണ്ടുപോയി കൊടുക്കാൻ പോയി കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ സ്കൂളിൽ പോയി ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ വൻ സ്വീകരണമാണ് പുതിയണ്ണിന് കിട്ടിയത്. അപ്പോൾ ആ സ്വീകരണ ഗേറ്റ് വാങ്ങിയാണ്ട് ആൾ വളരെ ഹാപ്പിയാണ്. കുട്ടികളും ഹാപ്പി, നമ്മളും ഹാപ്പി, എല്ലാവരും ഹാപ്പി. അപ്പോൾ അങ്ങനെ കാണിച്ചു കൊടുത്തു നമ്മൾ. അപ്പോൾ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യട്ടോ, എൻഡ് ചെയ്യാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പിന്നെ ചോദിച്ച കുറേ ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയൊക്കെ ഞാൻ ആദ്യം പറഞ്ഞേക്കണത് ഇതിൻ്റെ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും വിചാരിക്കണേ. അപ്പോൾ ഇനി നമ്മൾ പുതിയൊരു വ്ളോഗായിട്ട് വീണ്ടും വരും. ബൈ ബൈ.